RC ആയാലെന്താ, KC ആയാലെന്താ, VDS ആയാലെന്താ, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം. ആ, അവള് പള്ളിയിൽ നിന്ന് വരേണ്ട സമയമായല്ലോ. എന്നെ പറ്റിയോ എന്തോ. അതുപോലെ വല്ല കുഞ്ഞായ്മയും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും. മനുഷ്യന് വിശന്ന് കുടല് എരിയുന്നു. എന്നതാ സാറാമ്മ ഇത്ര താമസിച്ചത്? ആരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു? ഞാൻ ഇരിക്കുമായിരുന്നു. RRRോ? ഏതോ തെലുങ്ക് പടമല്ലേ? പള്ളിയിൽ ഇപ്പൊ സിനിമയും കാണിച്ചു തുടങ്ങിയോ? സിനിമയൊന്നും അല്ല മനുഷ്യ. OTTയുടെ മുൻപിൽ കുത്തിയിരുന്ന് സിനിമയുടെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് സേവ്യ സംഘത്തിന്റെ റിന്യൂ ആൻഡ് റിവൈവൽ. ഇതിനിടയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ആരും എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. അതിന് വല്ലപ്പോഴും പള്ളിയിലൊക്കെ പോണം കേട്ടോ. നിങ്ങളൊന്ന് നന്നാവാൻ വേണ്ടി സേവ്യ സംഘക്കാരെല്ലാം കൂടി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെന്തിനാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആർക്കറിയാം. പിന്നെ നമ്മുടെ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം വിളിച്ചിട്ട് വരുന്നതാ. ഇടവക മിഷന്റെ കമ്മിറ്റി ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതേതായാലും നന്നായി. അച്ഛനെ ഒന്ന് ഉപദേശിക്കണമെന്ന് ഞാനും കരുതിയിരിക്കുകയായിരുന്നു. ചെറുപ്പമല്ലേ? അച്ഛനാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. എടി സാറാമേ, അതുപോലെ നീ കയറി അച്ഛനോട് വിട്ടതൊന്നും എഴുന്നള്ളിക്കല്ലേ. കേറി വാ അച്ഛാ. സാറാമ എത്തിയോ? നമസ്കാരം ചാക്കോച്ച. നമസ്കാരം അച്ഛാ. ഒറ്റയ്ക്കേ ഉള്ളോ? കൊച്ചമ്മയും പിള്ളേരെയും കൂടെ കൊണ്ടുവരാമായിരുന്നു. അത് പിന്നെ കൊച്ചമ്മ നമ്മുടെ സേവ്യ സംഘം സെക്രട്ടറിയുമായിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പോയേക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ പള്ളിയിലെ എല്ലാവരും പൊതുവെ നല്ല ബാഡ്മിന്റൺ കളിക്കാരാണല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, സാറമ്മ പോകാറില്ലേ? പൊയ്ക്കൊണ്ടിരുന്നതാ അച്ഛാ. ഇപ്പൊ ഷോൾഡറിനൊക്കെ ഒരു പിടുത്തം, അതുകൊണ്ട് അങ്ങ് നിർത്തി. വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ അച്ഛാ? പിന്നെ അതൊന്നും അല്ല, തൽക്കാലം പോകുന്നില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തതാ. അച്ഛൻ വന്നപ്പോ എന്നാ ചെറുപ്പമായിരുന്നോ. ഇപ്പൊ താടിയൊക്കെ അങ്ങ് നരച്ചു തുടങ്ങി. അത് പിന്നെ ഇടവക്കാര് ചില്ലറ ടെൻഷനാണോ കൊടുക്കുന്നത്? എന്റെ ചാക്കോച്ച, കറപ്പിക്കാൻ പോയിട്ട് നിവർന്ന് നിൽക്കാൻ പോലും ഇവിടെ സമയം കിട്ടുന്നില്ല. എന്തായാലും അത് പോട്ടച്ചാ. എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യമെന്നറിയാമോ? അതെന്നതാ ചാക്കോച്ച? അച്ഛന്റെ പേരിന്റെ കൂടെയുള്ള ആ ചാക്കോ ഇല്ലേ, അത് തന്നെ കാരണം. ഈ ചാക്കോമാരെല്ലാം നല്ല ഫേമസാ. എല്ലാവരും പഞ്ചപാവങ്ങളുമാണ്. പിന്നെ ആ സിനിമ കാണില്ലേ, ഷൈൻ ടോം ചാക്കോ, അവൻ മാത്രമേ ഇത്തിരി കുഴപ്പക്കാരനായിരുന്നുള്ളൂ. ഇപ്പൊ അവനും ശരിയായി. നന്നാവുന്നതിനെ പറ്റി പറഞ്ഞപ്പോളാ ചാക്കോച്ച, ഞാൻ നമ്മുടെ പള്ളിയുടെ ചില സാമ്പത്തിക കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാനായിരുന്നു വന്നത്. പൈസ കാര്യമല്ലാതെ എന്ത് വേണമെങ്കിലും അച്ഛൻ പറഞ്ഞാട്ടാ ഞാൻ കേൾക്കാം. ചാക്കോച്ചൻ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. കഥയോ? ഏത് കഥയച്ചാ? കുറച്ച് പഴയതാ. ഇതിനു മുൻപിരുന്ന അച്ഛനും കഥ പറയാൻ നല്ല മിടുക്കനായിരുന്നു. വാ, ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഈ കഥ നടക്കുന്നത് യഹൂദിയയിലെ ഗലീലയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. ദരിദ്രരായ ഒരു യഹൂദ കുടുംബം. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഗൃഹനാഥൻ ഏലി ഒരു അപകടം പറ്റി കാലൊടിഞ്ഞ് ഭവനത്തിൽ വിശ്രമത്തിലാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം. ഭാര്യ മെറിയവും ഏക മകൻ ജോനായും. ആ സമയത്താണ് അടുത്ത ഗ്രാമത്തിൽ ഒരു പ്രവാചകൻ വന്ന് സുവിശേഷം അറിയിക്കുന്നു എന്നവർ കേൾക്കുന്നത്. നമുക്ക് പോകാം ഏലിയുടെയും മെറിയത്തിന്റെയും വീട്ടിലേക്ക്. ഇവിടെ ആരും ഇല്ലേ? റൂത്തമ്മയാണോ? കേറി വാ റൂത്തമ്മേ. അയ്യോ മിറിയം, നീ ഇതുവരെ തയ്യാറായില്ലേ?
ഇപ്പൊ നടന്നാലേ സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരാ പോകുന്നത്. റൂത്തമ്മേ, ഞാൻ വരുന്നില്ല. റൂത്തമ്മ കണ്ടില്ലേ, വയ്യാത്ത ഏലിയെ തനിയെ ആക്കിയിട്ട് ഞാൻ എങ്ങനെ വരാനാ? ഓ, വലിയ പ്രവാചകനും ഗുരുവുമാ വന്നേക്കുന്നത്. സാക്ഷാൽ മിശിഹ തന്നെയാണെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പോയാലേ അടുത്തൊന്ന് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുവല്ലേ, ഇനി ഒരു അവസരം കിട്ടിയെന്നും വരില്ല. നീ എങ്ങനെയെങ്കിലും വാ. ഇല്ല റൂത്തമ്മേ, ഞാൻ വരുന്നില്ല. വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ജോന കൂടെ വരും. അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാ. അവന് ഗുരുവിനെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അയ്യോ, അവനൊരു കൊച്ചു കുട്ടിയല്ലേ, ഇത്ര ദൂരമൊക്കെ നടക്കുവോ? ആ, അല്ലേ പിന്നെ നീ വരാത്ത സ്ഥിതിക്ക് എനിക്കൊരു കൂട്ടാകുമല്ലോ. പിന്നെ നീ കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തയക്കണേ. ഞാൻ വീട് പൂട്ടിയിട്ട് പുറത്ത് കാത്തു നിൽക്കാം. അവന് കൊടുത്തുവിടാൻ എന്തെങ്കിലും ഉണ്ടോ മറിയമേ? ഈ വയ്യാത്ത കാലുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ ബാക്കിയിരുന്ന മാവെടുത്ത് കുറച്ച് അപ്പം ഉണ്ടാക്കി നമുക്ക് 3 പേർക്കും കൂടി കഴിക്കാൻ ഉണ്ടാക്കിയതാ. ഇപ്പൊ തോന്നുന്നു അത് മുഴുവനും അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടാലോ എന്ന്. വിശന്നിരിക്കുന്ന വേറെ ആർക്കെങ്കിലും കൂടി പ്രയോജനപ്പെടട്ടെ. നമുക്ക് ഇന്ന് ഉപവസിക്കാം. അങ്ങനെ ആവട്ടെ മറിയം. ഇതുവരെ കരുതിയ ദൈവം ഇനിയും നമ്മളെ നടത്തും. യഹോവേ, എന്റെ ഈ ഒടിഞ്ഞ കാല് ഇതുവരെ ശരിയായില്ലല്ലോ. എത്ര വൈദ്യന്മാരെ കാണിച്ചു. ജോന, ജോന, വാ മോനെ, പോകാൻ സമയമായി. ഞാൻ തയ്യാറായി അമ്മേ. ഗുരുവിനെ കാണാൻ എനിക്ക് ധൃതിയായി. അവിടെ എത്താൻ കുറെ നടക്കണം. എന്റെ മോൻ അത് പറ്റുമോ? പറ്റും അമ്മേ. പ്രവാചകന്റെ പ്രസംഗം കേൾക്കാൻ എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. മോനെ, ഇത് കുറച്ച് ഭക്ഷണമാ. നിനക്ക് ഉച്ചയ്ക്ക് കഴിക്കാനാ. മുഴുവനും നിനക്കല്ല കേട്ടോ. വിശന്നിരിക്കുന്ന വേറെ ആരെങ്കിലും കണ്ടാൽ മോൻ അവർക്കും കൊടുക്കണം. കൊടുക്കാം അമ്മേ. എന്നാ ഞാൻ പോകട്ടെ. പോയി വരൂ കുഞ്ഞെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. താഴ്വാരത്തിലെ ഒരു വഴിത്താരയിലേക്ക് പോകാം. രാവിലത്തെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം ഒരു ചെറിയ വിശ്രമത്തിനായി എല്ലാവരും പിരിഞ്ഞിരിക്കുകയാണ്. ജനസഞ്ചയത്തിന് വചനം കേട്ടിട്ട് മതിയായിട്ടില്ല. അവർക്ക് ഇനിയും കേൾക്കാം. ഗുരുവും 2 ശിഷ്യന്മാരും ഈ ഇടവേളയിൽ ഒന്നിങ്ങോട്ട് മാറി വന്നതാണ്. ഗുരുവേ, എന്തുമാത്രം ജനങ്ങൾ അങ്ങയുടെ പ്രസംഗം ശ്രവിക്കാൻ എത്തിയത്. ഇതൊരു നിർജ്ജന പ്രദേശമാണെന്ന് അറിയാമല്ലോ. നമുക്കിവരോട് അടുത്ത ഗ്രാമത്തിൽ പോയി വല്ലതും കഴിച്ചിട്ട് വരാൻ പറഞ്ഞാലോ? നമുക്കും പോയി വല്ലതും കഴിക്കണ്ടേ? അത് വേണ്ട ആന്ത്രയോസേ. അവർക്ക് ഭക്ഷണം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗുരു എന്താ തമാശ പറയണോ? 200 ദിനാറിന് ഭക്ഷണം വാങ്ങിയാലും ഇതിൽ പകുതി ആൾക്കാർക്ക് പോലും തികയില്ല. ആകട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ എന്തുണ്ടാവാൻ? ഇവിടെ ഒരു പയ്യന്റെ കയ്യിൽ കുറച്ച് അപ്പവും മീനും ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അതുകൊണ്ട് എന്താവാൻ? ഗുരുവിനും എനിക്കും തികയും. അന്ത്രയോസ് ഇന്ന് ഉപവസിക്കേണ്ടി വരും. ഫിലിപ്പോസേ, അത് കൊണ്ടുവരും. ഇന്ന് നിങ്ങൾ ദൈവമഹത്വം കാണും. വാ ഫിലിപ്പോസേ, നമുക്ക് പോയി ഒന്ന് ചോദിക്കാം. അല്ല, അവൻ തന്നില്ലെങ്കിലും? വാ, നമുക്കൊന്ന് ചോദിക്കാം. ഇനി താഴ്വരയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അവിടെ നമ്മുടെ റൂത്തമ്മയും കൊച്ചു ജോനായും ഭക്ഷണം കഴിക്കുവാനായി വന്നിരിക്കുകയാണ്.
കഴിക്കാത്തത്? എനിക്കിപ്പോ വേണ്ട. വിശന്നിരിക്കുന്ന ആരെങ്കിലും വന്നാൽ കൊടുക്കാമല്ലോ. അവർ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. വേറെ ജോലിയൊന്നുമില്ലേ? ഞാൻ കൊണ്ടുവന്നത് എപ്പോഴേ കഴിച്ചു. എനിക്ക് വിശന്നിരിക്കാനൊന്നും വയ്യ. ഇപ്പൊ ദേ അത് ദഹിച്ചും കാണും. ആ, ഇതാര്? റൂത്തമ്മയോ? കുറെ നാളായല്ലോ കണ്ടിട്ട്. അതെ, റൂത്തമ്മ ഇത്രയും നടന്ന് ഇവിടെ വരെ വന്നല്ലോ. അതെ മോനെ, നടക്കാനാവതുണ്ടായിട്ടല്ല. പക്ഷേ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ എത്ര ദൂരം വേണമേലും നടക്കാം. അതെ അതെ, ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ട്. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു ആശ്വാസം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടു പോകാനേ തോന്നില്ല. ആ, അതിരിക്കട്ടെ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഓ ഇല്ല മോനെ, തീരെ വിശപ്പില്ല. ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ പോയി വല്ലതും വാങ്ങിക്കൊണ്ട് വന്നാലോ എന്ന് ആലോചിക്കുമായിരുന്നു. ആ, എന്നാ എനിക്കും എന്തേലും കൊണ്ട് താ മക്കളെ. ശാലോ ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ. ഇന്ത്യ. അതാ അവിടെ ഇരിപ്പുണ്ടല്ലോ. എന്താ കാര്യം? വല്ലോ കുരുത്തക്കേട് ഒപ്പിച്ചോ? അതല്ല, അവന്റെ കയ്യിൽ അല്പം ഭക്ഷണമുണ്ട്. ഗുരുവിന് കഴിക്കാൻ കൊടുക്കണ്ടേ? ഇങ്ങ് വന്നേ മോനെ, നിന്റെ കയ്യിലുള്ള ആ പൊതി ഞങ്ങൾക്ക് തരാമോ? ഗുരുവിന് അത് ആവശ്യമുണ്ട്. ഇതാകുന്നേ, എല്ലാം എടുത്തോളൂ. നല്ല കുട്ടി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പോകട്ടെ. ശേഷഘോഷണം കേൾക്കുവാൻ പോയ ജോനയും റൂത്തമ്മയും എന്താണ് ഇത്ര വൈകുന്നത് എന്നാലോചിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന ഏലിയും മെറിയവും. മറിയം, എലി, എലി, ഇവിടെ വാതിലും തുറന്നേ. മെറിയം, മെറിയം, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? എന്ത് പറ്റി? ഓ, ഒന്ന് വേഗം തുറക്ക്. ഇതാരാ വന്നിരിക്കുന്നതൊന്ന് നോക്കിക്കേ. റൂത്തമ്മ പുറത്തുനിന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. വല്ലതും പറ്റിയാവും. നീ പോയ വാതിലും തുറന്നേ. കൂടെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. റൂത്തമ്മേ, എന്തു പറ്റി? ഇതാരാ കൂടെ ഉള്ളത്? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. അത്ഭുതം, അതിശയം. നമ്മുടെ ജോന കൊടുത്ത അപ്പവും മീനും കൊണ്ട് ഗുരു ഒരു അത്ഭുതം കാണിച്ചിരിക്കുന്നു. അദ്ദേഹം സാക്ഷാൽ മിശിഹ തന്നെ. ഈ കൊട്ടയിലേക്കൊന്ന് നോക്കിക്കേ. ബാക്കി വന്നത് ഞങ്ങൾക്ക് ഗുരുവിന്റെ ശിഷ്യന്മാർ തന്നുവിട്ടതാണ്. ഇത് ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഷാലോം ഏലി. എൻ്റെ പേര് അന്ത്രയോസ്. എനിക്കൊപ്പം ഗുരുവും ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം വെളിയിൽ കാത്തു നിൽക്കുന്നു. ഗുരു വന്നത് ജോനായുടെ മാതാപിതാക്കളെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അയ്യോ, ഞങ്ങളെ കാണാനോ? അടിയങ്ങളുടെ ഭവനത്തിൽ വരാൻ അടിയങ്ങൾക്ക് എന്ത് യോഗ്യതയാണ്? എന്റെ ദൈവമേ, ഗുരുവിന് കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ലല്ലോ. അയ്യോ, നിങ്ങൾ ഭയപ്പെടണ്ട. ഗുരുവിനൊന്നും ആവശ്യമില്ല. നിങ്ങളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ ഗുരുവിനെ കൂട്ടിക്കൊണ്ട് വരാം. എല്ലാവരും എഴുന്നേൽക്കൂ. ഈ വീടിന് സമാധാനമുണ്ടായിരിക്കട്ടെ. മകളെ, നിന്റെ ത്യാഗം ഞാൻ മുന്നമേ കണ്ടിരുന്നു. നിന്റെ ഇല്ലായ്മയിൽ നീ എല്ലാം നൽകി, ഒന്നും പ്രതീക്ഷിക്കാതെ. ദൈവം നിന്നോട് കൂടെയുണ്ട്. മകനെ ഏലി, നിന്റെ കാലുകൾക്ക് പൂർണ്ണ സൗഖ്യം ഇന്ന് ദൈവം നൽകുന്നു. ഇനി വടിയുടെ ആവശ്യമില്ലാതെ നിനക്ക് നടക്കാം. ഏലി, ആ വടിയിന് തന്നേക്കും. പിന്നല്ല, ഇനിയൊന്ന് നടന്നു നോക്കി. അയ്യോ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മെറിയം, ജോന, റൂത്തമ്മേ, എന്റെ കാലിന്റെ ഒടിവ് മാറി.
എനിക്കിപ്പോ നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട അച്ഛാ. രണ്ടുപേർക്കും കഥ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ട അച്ഛാ. അന്നാ ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? മനസ്സറിഞ്ഞു കൊടുത്താൽ അത് ചെറുതോ വലുതോ എന്നൊന്നുമില്ല. ദൈവം അതിനെ 10 മടങ്ങായി അനുഗ്രഹിക്കും. സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയോട്ടെ. ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛാ ഒന്ന് നിൽക്കണേ. എന്താ ചാക്കോച്ച? എനിക്കും കാര്യം മനസ്സിലായച്ച. ദാ ഇത് നോക്കിക്കാട്ടെ. ഞാൻ പള്ളി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. എനിക്കും കാർ ലോണും മോർഗേജും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാ മാസവും ഞങ്ങളുടെ വിഹിതമായി ഇനി ഒരു തുക ഇടവയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് അതിനൊരു തുടക്കമാവട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കുള്ളത് എത്ര ചെറുതായിരുന്നാലും നമ്മളത് വിശ്വാസത്തോടെ പങ്കുവെക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ദയയും വിശ്വാസവും പങ്കുവെക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോൾ അവിടെ ഇല്ലായ്മയ്ക്ക് പകരം സമൃദ്ധിയുടെ ബാക്കിയാകുന്ന നിറഞ്ഞ കുട്ടികളുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും.